പലരും ഒരുപാട് സഫർ ചെയ്യുന്നവരുണ്ട്. നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് വരാനില്ല, അസുഖം പിടിച്ച കുഞ്ഞുങ്ങൾ. എൻ്റെ കൂടെ അമ്മയും കുഞ്ഞും ഡ്യൂട്ടി റൂമിലിരിക്കും, ഞാൻ ഡ്യൂട്ടി എടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കൊച്ചിന് വേണ്ടി, കൊച്ചിൻ്റെ വയ്യായ്കയ്ക്ക് വേണ്ടി നമ്മളിവിടെ നിൽക്കുമ്പം അവിടെ 50 100 രോഗികളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നല്ലൊരു നേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബം കൂടെ ഉണ്ടാവും. പലരും ഒരുപാട് സഫർ ചെയ്യുന്നവരുണ്ട്. നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് വരാനില്ല, അസുഖം പിടിച്ച കുഞ്ഞുങ്ങൾ. എനിക്കും കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഇവിടെ ശ്വാസം മുട്ടൽ വയ്യായിക. അപ്പോൾ ഇവർ അമ്മയൊക്കെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് എൻ്റെ കൂടെ അമ്മയും കുഞ്ഞും ഡ്യൂട്ടി റൂമിലിരിക്കും, ഞാൻ ഡ്യൂട്ടി എടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട് പലവട്ടം. മെഡിക്കൽ കോളേജിൽ 18ാം വാർഡിലൊക്കെ ഞാൻ ഡ്യൂട്ടി എടുക്കാം. അമ്മ ഇടയ്ക്ക് വെച്ച് കൊച്ചിന് അസുഖം കൂടുതലായിട്ട് കൊണ്ടുവന്ന് SITയിൽ കാണിച്ചതിന് ശേഷം അമ്മയും കുഞ്ഞിനെയും ഡ്യൂട്ടി റൂമിൽ ഇരുത്തിയിട്ട് ഞാൻ ഡ്യൂട്ടി എടുക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യും. നമ്മളെ കുടുംബജീവിതം ഇതിനെ കൂടെ കണക്ട് ചെയ്യാൻ പലപ്പോഴും പറ്റില്ലല്ലോ. നമുക്ക് വയ്യ, ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ ഒരു കൊച്ചിന് വേണ്ടി, കൊച്ചിൻ്റെ വയ്യായ്കയ്ക്ക് വേണ്ടി നമ്മളിവിടെ നിൽക്കുമ്പം അവിടെ 50 100 രോഗികളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ ഏതിനെ നമ്മൾ അതെ, വ്യക്തിപരമാണോ പ്രൊഫഷനാണോ ഇമ്പോർട്ടന്റ് കൊടുക്കാന്ന് വലിയ ചോദ്യം മുമ്പിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് സഫർ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ ഒരു ജോബിനെ അംഗീകരിച്ച് കുടുംബവും കൂടെ ചേർന്നാലേ നമുക്ക് മറ്റ് പ്രൊഫഷനെക്കാളും ഭയങ്കരമായിട്ടുള്ളൊരു അർപ്പണം വേണ്ട ഒരു ഏരിയ ആണ്. അത് ഒരാൾ മാത്രം, നേഴ്സ് മാത്രം വിചാരിച്ചാൽ പോരാ, കുടുംബം കൂടെ സപ്പോർട്ട് ഉണ്ടായി. നല്ലൊരു നേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബം കൂടെ ഉണ്ടാവണം. നല്ലൊരു നേഴ്സ് ആവുമ്പോൾ നല്ലൊരു കുടുംബമാവും, നല്ല കുടുംബമാകുമ്പോൾ നല്ലൊരു സൊസൈറ്റി ആവും.